വൈറ്റ് ഗോൾഡിന്റെ പ്രത്യേകത എന്താണ്? വടകരയിലെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മനസ്സുള്ള ബാബു സാറിന്റെ ഇനീഷ്യേറ്റീവിൽ അങ്ങനെ വടകരയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ 26ാമത്തെ സ്റ്റോറാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരിൽ വൈറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഗോൾഡ് ആണ് റിസീവ് ചെയ്യണേ, അല്ലേ സർ? അതായത് നിങ്ങൾക്ക് സ്വർണം വിൽക്കാനായിട്ട് ഏറ്റവും ഒരു മികച്ച ഇടമാണ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം അല്ലെങ്കിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മൾ ഇതാ സ്റ്റോഴ്സ് ഓപ്പൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൗത്തിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നോർത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 26th സ്റ്റോറാണ് ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇനി കംപ്ലീറ്റ്ലി മലബാറിലേക്കും കൂടെ നമ്മൾ എത്തുകയാണ്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ക്യാഷിന് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വർണം വിൽക്കാൻ നിങ്ങളൊരു മികച്ച ഇടമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ലൈക്ക് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും മികച്ച മൂല്യമായിരിക്കും നമ്മുടെ വൈറ്റ് ഗോൾഡ് നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ഏത് ടഫസ്റ്റ് സിറ്റുവേഷനിലും നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് വൈറ്റ് ഗോൾഡ് ഉണ്ടായിരിക്കും. പക്ഷെ സ്വർണം കൊണ്ട് വരണം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം വൈറ്റ് ഗോൾഡ് ഉണ്ട് എന്ന് പറയുന്നതായിട്ടല്ലോ. അപ്പൊ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം വൈറ്റ് ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിത് നേരത്തെയും ലൈക്ക് അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താ പറയാ, ശരിക്കും ഒരു നമ്മൾ ലോഞ്ച് വരെ ചെയ്തു അല്ലെ. നമ്മുടെ ജേഴ്സി ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഗോൾഡ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം. സോ ഇനി കളി അങ്കത്തട്ടിൽ നമുക്ക് കാണാം. ആൻഡ് നമ്മളിപ്പം ഓൾ ടോട്ടൽ നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ മൊത്തം ബ്രാഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 100ലേക്ക് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ 26 സ്റ്റോഴ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളത് 40 സ്റ്റോഴ്സിലേക്ക് നമ്മൾ എത്തിക്കും. സർ നമ്മളൊരു ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്തും. മാർച്ച് ആകുമ്പോഴേക്കും 50 സ്റ്റോഴ്സ് ആയിരിക്കും കേരളത്തില്. ഇന്ന് 95ാമത്തെ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. കർണാടക, ആന്ധ്ര, തെലങ്കാന, കേരളം കൂടി 95ാമത്തെ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ചേച്ചി ഇനി അടുത്ത ഉദ്ഘാടനം എവിടെയായിരിക്കും? അതായത് നമ്മളെപ്പോഴും പറയും വൈറ്റ് ഗോൾഡ് പെട്ടെന്ന് ബ്രേക്ക് ഇടില്ല എന്ന് പറയും. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് വടകരയിൽ തുടങ്ങി, നാളെ കൃത്യം 5 മണിയാവുമ്പോൾ നമ്മൾ കണ്ണൂർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ, അതായത് 17, 18 എന്നുള്ള ദിവസങ്ങളിൽ, അതായത് 18ാം തീയതി നമ്മൾ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരിക്കും. സോ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും വൈറ്റ് ഗോൾഡിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാക്കാണ്. അതൊരു സാന്നിധ്യമല്ല, ബ്രാഞ്ചസിന്റെ എണ്ണം കൂടാം. ഇപ്പൊ കൊച്ചിയിൽ തന്നെ നമുക്ക് 1-2 സ്റ്റോർസ് ഉണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്ത് നമുക്ക് 3 സ്റ്റോർ ഉണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നിയർ ബൈ ഏരിയാസിലും വൈറ്റ് ഗോൾഡിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. കേരളത്തിൽ കത്തിക്കേറാൻ പോകുന്ന ഒരു വലിയ ബ്രാൻഡ് തന്നെയാണ്. കേരളമല്ല, നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കത്തിച്ചു നമ്മള്. കേരളത്തിലെ 10 സ്റ്റോറാണ് ഈ മാസം ഓപ്പൺ ആവുന്നത്. സോ വെരി ഹാപ്പി ടു ബി എ പാർട്ട്. കാരണം ഞാനൊരു ഗസ്റ്റ് ആയിട്ട് മാത്രമല്ല, ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് വൈറ്റ് ഗോൾഡിനോടൊപ്പം ഈ ഒരു ജേർണിയിൽ ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. സോ ഐ എം സോ മച്ച് ഹാപ്പി. താങ്ക് യു.